സയാര എന്നൊരു ഹിന്ദി റൊമാൻറ്റിക് ഫിലിമുണ്ട്. ട്രാജഡി ഹിറ്റ് ചെയ്ത രണ്ട് ചെറുപ്പക്കാരുടെ ലൈഫ്. വാണി, കൃഷ്. വാണിയുടെ കല്യാണ ദിവസം വാണിയുടെ ബോയ് ഫ്രണ്ട് അവളെ ഇട്ടേച്ച് പോവാണ്. കൃഷിൻ്റെ അമ്മ മരിച്ചിട്ട് അപ്പൻ ഡ്രങ്കാർഡാണ്, ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. ഇവർ രണ്ടുപേരും ഒരുമിക്കുകയാണ്. വാണി നന്നായിട്ട് എഴുതും. കൃഷ് ഒരു സ്ട്രഗ്ലിംഗ് ആർട്ടിസ്റ്റാണ്, കമ്പോസറാണ്, പാട്ടുകാരനാണ്. അങ്ങനെ ഒരു പാട്ട് എഴുതാൻ ഒരുമിക്കുകയാണ്. ആദ്യം വളരെ നന്നായിട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നീട് കൃഷിൻ്റെ ലൈഫിൽ വീണ്ടും പ്രശ്നം ഉണ്ടാവുകയാണ്. അപ്പം കാരണം പോലീസുകാർ കേസെടുക്കുകയാണ്. ആ സമയത്ത് അവൻ ബാക്ക് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ വാണി ഇവൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ലൈഫിൽ ഒരു പാസ്റ്റ് ഉണ്ട്, മോശം പാസ്റ്റ് ഉണ്ട്. എൻ്റെ ബോയ് ഫ്രണ്ട് അവനെന്നെ ഈസിയായിട്ട് മറന്നു, പക്ഷേ എനിക്ക് അവനെ മറക്കാൻ പറ്റിയില്ല. ദ വേസ്റ്റ് പാർട്ട് വാസ്, അവൻ എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്ത് കട്ടുകൊണ്ടുപോയി. ഇറ്റ്സ് മൈ റൈറ്റിംഗ്. പിന്നെ നീ വന്നു, എനിക്ക് പിന്നെയും എഴുതാൻ തോന്നിത്തുടങ്ങി. വാക്കുകൾ ഒഴുകിത്തുടങ്ങി, കൂടെ എൻ്റെ വേദനകളെല്ലാം ഒഴുകിപ്പോയി. ഞാൻ ചിരിക്കാൻ തുടങ്ങി, എഴുതാൻ തുടങ്ങി. ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് യു. യു ഹെൽപ്പ് മീ ടു ഗെറ്റ് ഓവർ ദ പാസ്റ്റ്. ഐ ക്യാൻ ഓൾസോ ട്രൈ ഇറ്റ് ഇൻ യുവർ ലൈഫ് ഇഫ് യു അലൗ മീ. അപ്പോൾ കൃഷ് അവളോട് പറയുന്നുണ്ട്, വാണി ഹെൽപ്പ് മീ. ഇത് ഗോസ്പലിൽ ഈശോ ഏകമകനെ നഷ്ടപ്പെട്ട ഒരു വിധവയുടെ ജീവിതത്തെ തൊടുകയാണ്. അവിടെ എല്ലാ സങ്കടങ്ങളും അതോടെ ഒഴുകിപ്പോവാണ്. അവൾ ചിരിക്കാൻ തുടങ്ങുകയാണ്. ബൈക്ക് അപകടത്തിൽ മകൻ നഷ്ടപ്പെട്ട എൻ്റെ ഒരു സുഹൃത്തുണ്ട്. കഴിഞ്ഞ ദിവസം അവളുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ അവൾ ഇട്ടിരിക്കുന്നത് 26 months. ഓരോ ദിവസവും അവൾ എണ്ണി കഴിയുകയാണ്. എനിക്കറിയാം എത്രയോ പാരൻസ് ഈ സങ്കടക്കടലിൻ്റെ തീരത്താണ് അതിങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഗോസ്പൽ അവർക്കുള്ളതാണ്. അവരോട് ഈശോ പറയാണ്, കരയണ്ട, ഈശോയ്ക്ക് മാത്രമേ നിങ്ങളെ സഹായിക്കാൻ പറ്റൂ.